സംഭവം ഇതിങ്ങനെ കാണാനായിട്ട് ഭയങ്കര അട്രാക്റ്റീവ് അല്ലേ? നമ്മുടെ ദുബായിലെ ഫ്യൂച്ചർ മ്യൂസിയമാണ്, മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ. ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടായിരുന്നല്ലോ കേട്ടോ, അപ്പോഴൊക്കെ കാണാൻ നല്ല ഭംഗിയാണല്ലോ എന്ന് ചിന്തിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ആയിത്താണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങോട്ടേക്ക് പോകാൻ സിമ്പിളാണ്, മെട്രോയിൽ പോകാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ നേരെ മെട്രോയിൽ അങ്ങനെ പോയതായിരുന്നു. ഈ ഒരു മെട്രോയുടെ വഴി അവസാനം ഇതിൻ്റെ എൻട്രൻസിലോട്ട് ചെന്നെത്തിക്കും കേട്ടോ നമ്മളെ. ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ്. നമുക്ക് ഈ ഒരു ഫ്ലോറ്, ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും നമുക്ക് ക്യാഷ് ഇല്ലാതെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഓട്ടോമാറ്റഡ് ഡ്രോൺ ഉണ്ട്. ആ ഡ്രോൺ നമുക്ക് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പറന്ന് കളിക്കും. കുട്ടികൾക്ക് കാണാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള ഉള്ളിൽ എഴുതിയിട്ടുള്ള ആ ഒരു അറബിക് ലെറ്റേഴ്സൊക്കെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു. അതിൻ്റെ പുറമേയുള്ള വ്യൂ, അതായത് ആ രീതിയിലുള്ള കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു അട്രാക്ഷനായിരുന്നു. ഞാൻ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ഇത് കാണാനായിട്ട് പോകാൻ എങ്ങനെയാണ് സാധിക്കുക, അതിൻ്റെ ഉള്ളിലോട്ട് കയറാനായിട്ട് പറ്റുമോ, ഇത്രയും ഇടം വരെ തന്നെ കയറാനായിട്ട് ഭയങ്കര കോസ്റ്റ്ലി ആവുമെന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. സത്യത്തിൽ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറും ഈ ഒരു അടിയിലത്തെ ഫ്ലോറും മേലത്തെ ഫ്ലോറിലും കയറാനായിട്ട് പൈസയില്ല. പിന്നെ ഈ ലിഫ്റ്റിലോട്ട് കയറി അതിൻ്റെ മുകളിലോട്ട് 7 നില ബിൽഡിങ്ങാണിത്. അതിൻ്റെ മുകളിലോട്ട് കയറാനായിട്ട് നമുക്ക് 145 ദിർഹംസ്, 145 ദിർഹംസ് പെർ പേഴ്സൺ ആവൂട്ടാ. പിന്നെ ഈ ഒരു ഓട്ടോമാറ്റഡ് ഡ്രോണ് ഇതിങ്ങനെ പറന്ന് കിടക്കുന്നുണ്ടായിരുന്നു, തൊടാനൊക്കെ ആയിട്ട് പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ അത് പെട്ടെന്ന് ഇങ്ങനെ പറന്നു പോകുന്ന കാരണം കൊണ്ട് നമ്മളങ്ങനെ റിസ്ക് എടുത്തില്ല. എന്നാലും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, എനിക്കും ഭയങ്കര ഇഷ്ടമായി. ഞാൻ വിചാരിച്ചു പുറമേ നിന്ന് കാണാനേ പറ്റുന്നുണ്ടാവുള്ളൂ, ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല എന്ന്. അപ്പോൾ അവിടെ അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു മെട്രോയുടെ വഴി അങ്ങനെ നേരെ അവസാനിക്കുന്നത് ഇതിൻ്റെ എൻട്രൻസിലോട്ടാണ്. അപ്പോൾ നമുക്ക് ആ ഒരു മേലത്തെ ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും കയറാനായിട്ട് കാശില്ല, ജസ്റ്റ് നമുക്ക് ആ ഒരു ട്രാവലിങ്ങിൻ്റെ എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ നമ്മളങ്ങനെ എല്ലായിടത്തും കണ്ടു, ഒരുപാട് ഇഷ്ടമായി. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 145 ദിർഹംസ് കൊടുത്തിട്ട് ഇവിടെ തന്നെ ഓൺലൈനായിട്ട് ഇതിൽ എടുക്കാൻ പറ്റും. നമുക്ക് അങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കയറാം. ഞാനപ്പോൾ കയറിയില്ല കേട്ടോ. 145 ദിർഹംസ് പെർ പേഴ്സൺ എന്ന് പറയുമ്പോൾ 4 ആളുകൾക്ക് ഭയങ്കര ആവില്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ കണ്ട് അങ്ങനെ അത്യാവശ്യമൊക്കെ കണ്ട് കറങ്ങി. കാണാനായിട്ടുള്ള നല്ലൊരു സംഭവമാണ് ഫ്യൂച്ചർ മ്യൂസിയം. അതും ഫ്രീ ആയിട്ട് ഈ ഒരു സ്ഥലം. പിന്നെ ഇതിൻ്റെ ആ ഒരു സ്റ്റെയർ കേസൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ. ഇപ്പം ബുർജ് ഖലീഫ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ആളുകളും കാണാനായിട്ട് വരുന്നൊരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ഇല്ലാതെ തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റും എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തിപ്പെടുന്നുണ്ട്. മുകളിലോട്ടൊക്കെ അങ്ങനെ റെയറായിട്ട് ആളുകൾ പോകണുള്ളൂ കേട്ടോ, കുറച്ച് ആളുകൾ, അറബ്സും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളങ്ങനെ ഇതിൻ്റെ പുറത്തിറങ്ങി. ഉമ്മയോട് ഞാൻ ചോദിച്ചു കേട്ടോ അകത്ത് പോകണോ, പെർ പേഴ്സൺ 145 ദിർഹംസ് ചോദിച്ചപ്പോൾ അവർ നാട്ടിൽ ആ ഒരു ക്യാഷ് എത്രയെന്നൊക്കെ ചോദിച്ചപ്പോൾ പെർ പേഴ്സൺ 3000 എബോവ് വരും. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട, ഇൻഷാ അല്ലാ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മളങ്ങനെ പുറത്തിറങ്ങി. അതിൻ്റെ ഔട്ട് സൈഡ് വ്യൂ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ കുറേ നേരം വീഡിയോ ഒക്കെ എടുത്തു. ഉമ്മാക്കും ഭയങ്കര ഇഷ്ടമായി പുറം വ്യൂ കാണാനായിട്ട്. നമ്മുടെ ബുർജ് ഖലീഫ പുറം വ്യൂ ആണല്ലോ മിക്ക ആളുകളും കൂടുതൽ കാണുക. പെർ പേഴ്സൺ 250 ദിർഹംസ് ഉള്ളിലോട്ട് കൊടുത്ത് കയറാൻ വേണ്ടിയിട്ട് അധികം ആരും ട്രൈ ചെയ്യില്ല. ഒരുപാട് ക്യാഷുള്ളവരൊക്കെ ട്രൈ ചെയ്യും. നമ്മളങ്ങനെ പുറമേ പോയി നിന്ന് കാണുകയാണ് ചെയ്തത്. നമുക്ക് ട്രാവലിംഗ് എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു എമിറേറ്റ്സ് ടവറിൽ ഇറങ്ങിയിട്ട് ജസ്റ്റ് ആ ഒരു മെട്രോയുടെ ഇതിൻ്റെ ഉള്ളിലോട്ട് തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കാം. ഓക്കെ.